MSR കൊടുക്കുമ്പോ കാന്തമ വിഭാഗം MSR എടുക്കാറില്ലല്ലോ. 48,130,689 5,75,554 ആയിരുന്നു. അത് 2014 എത്തിയപ്പോ അത് 25,31,487 ഈ 26 കൊല്ലം കൊണ്ടാണ് കേരളത്തിലെ 5ാം ക്ലാസ് പാസ്സായ കുട്ടികളുടെ 19,55,930 സർട്ടിഫിക്കറ്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ നൽകിയത്. 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് 89 ശേഷമാണ് കൊടുത്തത്. 9,09,591 സർട്ടിഫിക്കറ്റ്. 10ാം ക്ലാസ്സിൽ 1,11,057 സർട്ടിഫിക്കറ്റ്. 89 ശേഷം ഞങ്ങൾ വിട്ടുപോകുന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ, ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആയിരക്കണക്കിന് ദർസുകൾ ഉണ്ടാക്കി, നൂറുകണക്കിന് അറബി കോളേജുകൾ ഉണ്ടാക്കി. 89 ശേഷം ജാമിയയുടെ ജൂനിയർ കോളേജുകൾ, വാഫി കോളേജുകൾ, വളാഞ്ചേരി മർക്കസിന്റെ നേതൃത്വത്തിലുള്ള വാഫി കോളേജുകൾ, ദാറുൽ ഹുദയുടെ ഹുദവി കോളേജുകൾ, മറ്റുള്ള കോളേജുകൾ, കടമയിൽ റഹ്മാനിയയുടെ, ദാറുസ്സലാമിന്റെ ഒക്കെ നേതൃത്വത്തിൽ ജൂനിയർ കോളേജുകളായി 89 ശേഷം 300-ലധികം വരുന്ന അറബി കോളേജുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വന്നിട്ടുണ്ട്. ആ 300-ലധികം വരുന്ന കോളേജുകളിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 വിദ്യാഭ്യാസവും നേടിക്കൊണ്ടിരിക്കുന്ന ഫൈലിമാരാണ്, ദാരിമിമാരാണ്, റഹ്മാനികളാണ്, വാഫികളാണ്, ഉദവികളാണ്. ആ മക്കൾക്കൊപ്പം എന്താ ഓടിയില്ലാതെ നിങ്ങൾക്ക് കഴിയുമോ? അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ സമ്മേളനത്തിൽ വന്ന ഇന്നലെ ഒരു ചെറുപ്പക്കാരന് പരിചയപ്പെടുത്തിയ ഒരു സുഹൃത്ത് പട്ടിക്കാട് ജാമിയയിൽ നിന്ന് ഫൈലി ബിരുദം നേടി അതിനുശേഷം MTech എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, BTech കഴിഞ്ഞ് MTech പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജാമിയയുടെ സന്തതിയായ ഒരു ഫൈലിയാണ്. PhD നേടിയ, ഡോക്ടറേറ്റ് നേടിയ, ഇന്ത്യയിലെ പുറത്തുള്ള സർവകലാശാലകളിൽ നിന്ന് PhD നേടിയ നൂറുകണക്കിന് ഫൈലിമാര്, പണ്ഡിതന്മാര്, ദാരിമിമാര്, വാഫിമാര് ഈ പ്രസ്ഥാനത്തിന് കീഴിലുണ്ട്. ജർമ്മനിയിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി നോക്കിയ കമ്പനിയുടെ ഉന്നതമായ ഒരു പോസ്റ്റിൽ ജോലി ചെയ്യുന്നത് ജാമിയയുടെ സന്തതിയായ ഒരു ഫൈലിയാണ്. നിങ്ങൾ ചിന്തിക്കണം, BBC ലോകത്തെ ഏറ്റവും വലിയ വാർത്താവിതരണ സംവിധാനത്തിൽ BBC എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി, അൽ ജസീറയിൽ ദാറുൽ ഹുദയുടെ മക്കൾ ഉദവിമാരുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ CH ഉസ്താദും MM ബഷീർ ഉസ്താദും ബാപ്പുട്ടി ഹാജിയും 10ാം ക്ലാസ് കൊടുക്കാതെ, +2 കൊടുക്കാതെ സമസ്തയുടെ 5ാം ക്ലാസ് മാത്രം യോഗ്യതയാക്കി ദാറുൽ ഹുദയിലേക്ക് കുട്ടികളെ ചേർക്കുമ്പോൾ കളിയാക്കിയ ആളുകളുണ്ട്. ഞങ്ങൾ പറയട്ടെ, ഒരു കോളേജിലും പോയിട്ടില്ലാത്ത, ഒരു അറബി കോളേജിൽ നിന്ന് പോലും ബിരുദമെടുത്തിട്ടില്ലാത്ത ഉസ്താദുമാരിൽ നിന്ന്, സമസ്തയുടെ ആലിമീങ്ങളിൽ നിന്ന് ഇൽമ കരസ്ഥമാക്കിയ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്, ഒരു കോളേജിലും പോകാത്ത ചെറുശ്ശേരി ഉസ്താദ് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഉദവിമാരുടെ സർട്ടിഫിക്കറ്റ് സമസ്തയുടെ 5ാം ക്ലാസ് മാത്രം യോഗ്യതയായി ഇന്ന് 100കണക്കിന് ഹുദവിമാര്. ആ ഹുദവിമാരുടെ പ്രാഗൽഭ്യത്തിനും ഒപ്പമെത്താൻ ലോകത്തെ ഇംഗ്ലീഷ് പണ്ഡിതന്മാർക്ക് പോലും സാധിക്കാത്ത വിധം ഓക്സ്ഫോർഡ് സർവകലാശാല ഇറക്കുന്ന ഏറ്റവും കുറ്റമറ്റത് എന്ന് ലോകം സമ്മതിച്ച ഓക്സ്ഫോർഡ് ഡിക്ഷണറി, ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ തെറ്റുകളുണ്ട് എന്ന് തിരുത്തി കൊടുത്തത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ സന്തതി ഒരു ഹുദവിയാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ ഉന്നതമായ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന വാഫിമാരുണ്ട്. ഈ രാജ്യത്തെ, ഇന്ത്യയിലെ വലിയ വലിയ സർവകലാശാലകളിൽ, വിദേശത്തെ ഗൾഫ് രാജ്യങ്ങളിലെ, ഈജിപ്ത് ഉൾപ്പെടെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ പ്രൊഫസർമാരായി ജോലി ചെയ്യുന്ന വാഫിമാരുണ്ട്, ഹുദവിമാരുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്, ദാരിമികളും റഹ്മാനികളും ഒക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ വലിയ വലിയ പോസ്റ്റുകളിൽ അവർ അഡ്വക്കേറ്റുമാരായി. കഴിഞ്ഞ ആഴ്ച അവർ അഡ്വക്കേറ്റായ ഒരു ദാരിമിയെ പരിചയപ്പെട്ടു. ഈ ഹൈക്കോടതിയിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള മഹാപണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ജാമിഅ നൂരിയ അറബി കോളേജ്, ദാറുൽ ഹുദ, അതേപോലെ ഇന്ന് വാഫി സംവിധാനം അത്ഭുതകരമായ PG ക്യാമ്പസോടെ മുന്നോട്ട് പോകുമ്പോ ഞങ്ങളൊന്ന് പറയുന്നു, ഇന്ന് ഈ ക്യാമ്പസുകളിൽ സമന്വയ വിദ്യാഭ്യാസത്തിന് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന, 2 വിദ്യാഭ്യാസവും നേടുന്ന ഈ പടയണി 25,000-ലധികം വരുന്ന മുത്താലിമീങ്ങൾ പടയണിയെ പിടിച്ചു കെട്ടാൻ, അതിനെ ചെറുതായി കാണാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഗോള തലത്തിലൊരു കാഴ്ചപ്പാടാണ് കാണുന്നത്. ലോകരാജ്യങ്ങളിൽ ഇസ്ലാമിക ദഅവത്ത് നടത്താൻ നിങ്ങൾ അറിയുമോ? ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശീർവാദത്തോടുകൂടെ ദാറുൽ ഹുദയുടെ ആദിയായ പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന കേരളത്തിന്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ 192 മദ്രസകൾ നടത്തുന്നുണ്ട്. തമിഴ്നാട്, കർണാടക മുതൽ
നമ്മൾ ഫണ്ട് പിരിച്ചെടുക്കുന്നുണ്ട്. ആ ഫണ്ട് ആ ശക്തമായ ഈ ജനലക്ഷങ്ങൾ കൊടുക്കുക. ആ ഫണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പള്ളികളും മദ്രസകളും ദീനീ ദഅവത്തും എത്തിക്കുക എന്നതാണ്.